ഹേ ഗൈസ്, വെൽക്കം ടു തോട്ട്സ് ആൻഡ് പിറ്റ് സ്റ്റോപ്സ്. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ അൺലൈക്ക് അതർ വീഡിയോസ്, ഞാൻ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ഒരു അൺബോക്സിംഗ് ആണ്. അപ്പോൾ ഞാൻ ലാസ്റ്റ് വീക്ക് ആക്ച്വലി ഒരു പ്രോഡക്റ്റ് ഞാൻ ഓർഡർ ചെയ്തായിരുന്നു ആൻഡ് എനിക്കത് ഇന്നാണ് ഡെലിവർ ആയത്. ഞാനിത് ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. സോ ഇറ്റ്സ് ഹിയർ ഇഫ് യു ക്യാൻ സീ പ്രോപ്പർലി. ഫസ്റ്റ് ഓഫ് ഓൾ എ ബിഗ് ഷൗട്ട് ടു amazon.com. ഈ വെബ്സൈറ്റിലൂടെയാണ് ഞാൻ ഈ പ്രോഡക്റ്റും അല്ലാതെയുള്ള ഞാൻ ഓർഡർ ചെയ്യുന്ന എല്ലാ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സും ഞാൻ ഈ വെബ്സൈറ്റിലാണ് ഓർഡർ ചെയ്യാറ്. എനിക്ക് ഈ പ്രോഡക്റ്റ് കിട്ടാൻ 1 വീക്ക് എടുത്തു. അത് റീസൺ ബീങ് പാൻഡമിക് സിറ്റുവേഷൻ. പക്ഷേ അവരുടെ റെസ്പോൺസസും കസ്റ്റമർ സർവീസ് എല്ലാം വളരെ നല്ലതായിരുന്നു. എനിക്ക് കറക്റ്റായിട്ടുള്ള പ്രോംപ്റ്റ് ആയിട്ടുള്ള റെസ്പോൺസസ് ഈ മെസ്സേജ് ആയാലും ശരി, ഇമെയിലായിട്ടും ശരി, അവർ നന്നായിട്ട് തരുന്നുണ്ടായിരുന്നു. പിന്നെ ഇവരുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി, ദ പാക്കേജിങ് ആൻഡ് എവറിത്തിങ് ഈസ് റിയലി ഗുഡ്. അത് വേറെ പ്രോഡക്റ്റ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ നല്ല പാക്കേജിംഗ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇവരുടെ കസ്റ്റമർ സർവീസും വളരെ നല്ലതാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദി അൺബോക്സിങ്. ഒന്നും തോന്നരുത്, ഞാനിത് വീട്ടിൽ ഉപയോഗിക്കുന്ന കത്തി വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്യാൻ ഞാൻ പോകുന്നത്. സോ പ്ലീസ് ബെയർ വിത്ത് മീ ഗൈസ്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിത് പറഞ്ഞതുപോലെ തന്നെ ഇവരുടെ പാക്കേജിങ് വളരെ നല്ല പാക്കേജിംഗ് ആണ്. ആൻഡ് ആസ് യു ക്യാൻ സീ ദസ് തെർമോകോൾ ഇൻസൈഡ്. ആൻഡ് ഐ തിങ്ക് ഒരു തെർമോകോൾ ഇതിൻ്റെ അടിയിലും കാണുന്നത് തോന്നുന്നു. വി ക്യാൻ കീപ് ദാറ്റ് അസൈഡ് ആൻഡ് വി ക്യാൻ സീ ദ ബോക്സ് ഇറ്റ് സെൽഫ്. പ്രോഡക്റ്റിൻ്റെ ബോക്സ് കാണാം. അപ്പോൾ DJI Osmo Action 4K ക്യാമറയാണ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആസ് ഐ സെഡ്, there was a thermocol inside. So this is the product itself, a very neatly packaged box. So this is it. നമുക്ക് കാണുന്ന പോലെ ഇതാണ് the product itself. ഇനി ഇതിൻ്റെ കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ഡുവൽ സ്ക്രീൻ വരുന്നുണ്ട്. പിന്നെ ഇറ്റ് സപ്പോർട്ട്സ് 4K HDR അപ് ടു 60 ഫ്രെയിംസ് പെർ സെക്കൻഡ്. ഈ ആക്ഷൻ ക്യാമറ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വാട്ടർ പ്രൂഫ് ആണ് അപ് ടു 11 മീറ്റർ. പിന്നെ റോക്ക് സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്, വിച്ച് ഇസ് ആക്ച്വലി ഇത് ഫീച്ചർ ഹൈപ്പർ സ്മൂത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഗോപ്രോയുടെ ഒരു ഫീച്ചറാണ്. ഇമേജ് ആൻഡ് വീഡിയോ സ്റ്റെബിലൈസേഷൻ ഫീച്ചറാണ് ഇത് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ 4K ഞാൻ പറഞ്ഞതുപോലെ 60 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ. പിന്നെ 1080pയിൽ 8x സൂം ഈ ആക്ഷൻ ക്യാമറ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓൾ റൈറ്റ് ഗൈസ്, ലെറ്റ്സ് ഗോ വിത്ത് ദി അൺബോക്സിങ്. അപ്പോൾ ഈ മെയിൻ ബോക്സിൻ്റെ സീല് പൊട്ടിക്കാൻ ഞാൻ വീണ്ടും എൻ്റെ കിച്ചൺ നൈഫ് എടുത്തിരിക്കുകയാണ്. ഐ എം റിയലി സോറി, പ്ലീസ് ബെയർ വിത്ത് മീ. എനിക്കിത് വേറൊന്നും ഇപ്പോൾ ഇത് ഓപ്പൺ ചെയ്യാൻ കണ്ടില്ല. ഇത് മാത്രമേ ഇവിടെ അവൈലബിൾ ആയിരുന്നുള്ളൂ. നമുക്കിത് ചെറുതായിട്ടൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ലിഡ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വി ക്യാൻ ആക്ച്വലി സീ ദ പ്രൊഡക്റ്റ് ഇറ്റ് സെൽഫ്. ആൻഡ് അടുത്ത് തന്നെ ഒരു ബോക്സ് ഉണ്ട്. അപ്പോൾ അതൊരു പ്ലാസ്റ്റിക് കവർ വെച്ച് കവർ ചെയ്തിരിക്കുകയാണ്. ഈ ബോക്സിനകത്താണ് ഇതിൻ്റെ USB കേബിൾ, പിന്നെ കുറച്ച് മൗണ്ട്സും പേപ്പർ വർക്ക്സും ഒക്കെ ഉള്ളത് എന്ന് തോന്നുന്നു. വി ക്യാൻ ഫോർ ദ ടൈം ബീങ് വി ക്യാൻ കീപ് ദാറ്റ് അസൈഡ്. പിന്നെ ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ദ പ്രോഡക്റ്റ് ഇറ്റ് സെൽഫ്. ഇത് പാക്കേജിങ് വളരെ നല്ലൊരു പാക്കേജിംഗ് ആണ്. നമുക്കിത് ചെറുതായിട്ടൊന്ന് പിടിക്കുന്ന സമയത്ത് നമുക്കിതിൻ്റെ ആക്ച്വലി വെയിറ്റ് നമുക്കറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് അൺബോക്സ് ചെയ്ത് ലിഡ് കവർ എടുത്ത് നോക്കുന്ന സമയത്ത് വി ക്യാൻ ആക്ച്വലി സീ ദ പ്രോഡക്റ്റ് ഇറ്റ് സെൽഫ്. ഇത് ഇൻബിൽഡായിട്ട് തന്നെ ഇതിൻ്റെ കൂടെ ഒരു കേസിങ് വരുന്നുണ്ട്. ഐ തിങ്ക് വി ക്യാൻ റിമൂവ് ഇറ്റ്. ഓഫ് കോഴ്സ് വി ഷുഡ് ബി ഏബിൾ ടു റിമൂവ് ഇറ്റ്. ഇതിനകത്ത് തന്നെ മൗണ്ടും ഇത് എവിടേക്കാണ് കണക്ട് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ആ ഒരു കണക്ഷൻ ഗൈഡ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ദ പ്രോഡക്റ്റ് ഇറ്റ് സെൽഫ്. ആക്ച്വലി ഈ ക്യാമറയുടെ അകത്ത് ഞാൻ പറഞ്ഞതുപോലെ ഈ സ്റ്റോക്കായിട്ടുള്ളൊരു കേജിങ് വരുന്നുണ്ട്. അത് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ആ കാണുന്ന ട്രിഗർ നമ്മൾ ജസ്റ്റ് ഒന്ന് മേളിലോട്ടൊന്ന് ജസ്റ്റ് പുള്ള് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഐ തിങ്ക് വി ഹാവ് ടു, നമ്മൾ ആദ്യം ചെയ്യുന്ന സമയത്ത് ചെറിയൊരു പ്രഷർ കൊടുക്കണം എന്ന് തോന്നുന്നു. എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല. ചെറിയൊരു പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആവുന്നുണ്ട്. ആൻഡ് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പുള്ള് ചെയ്യണം. അത് പുൾ ചെയ്യാൻ ഇത് ആദ്യം ജസ്റ്റ് നന്നായിട്ട് സ്റ്റക്ക് ചെയ്തിരിക്കുകയാണ്. ചെറിയൊരു പുഷ് കൊടുത്തു കഴിഞ്ഞു പറഞ്ഞാൽ നമുക്ക് അതിന് പുള്ള് ചെയ്തെടുക്കാൻ പറ്റും. സോ ദാറ്റ്സ് ഹൗ യു ഡു ഇറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം. അത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് യൂസ് ടു ഇറ്റ്. ഈ കേജ് വളരെ നല്ലൊരു കേജിങ് ആണ് വന്നിട്ടുള്ളത്. ഐ തിങ്ക് ഇറ്റ്സ് ഹാർഡ് പ്ലാസ്റ്റിക്, പക്ഷേ ഐ തിങ്ക് നല്ലൊരു പ്രോഡക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. നല്ലൊരു എന്താ പറയുക, നല്ല സ്റ്റഡി ആയിട്ടുണ്ട്. അപ്പോൾ ലെറ്റ്സ് കീപ് ദാറ്റ് അസൈഡ്. ആൻഡ് നമുക്ക് ഇനി ഈ ബോക്സിനകത്ത് എന്തൊക്കെ ഇതാണ് വരുന്നതെന്നുള്ളത് നോക്കാം. ഈ ബോക്സിനകത്താണ് ഈ ക്യാമറയുടെ എന്താ പറയുക മെയിൻ സ്ഥാവരജംഗമ വസ്തുക്കളെല്ലാം വരുന്നത്, ഇൻക്ലൂഡിങ് ദ കേബിൾ ആൻഡ് എവറിത്തിങ്. സോ ലെറ്റ്സ് ഓപ്പൺ ദാറ്റ് അപ്പ്. ആൻഡ് ഓഫ് കോഴ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേബിൾ, പിന്നെ കുറച്ച് മൗണ്ടിങ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇതൊരു കേർവ്ഡ് മൗണ്ടാണ്. ഇത് ഹെൽമെറ്റിൻ്റെ ഫ്രണ്ട് ചിന്നിൽ നമുക്ക് വേണമെങ്കിൽ മൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഒരു മൗണ്ടാണ്. 3M സ്റ്റിക്കറാണ് വരുന്നത്. സോ ഐ തിങ്ക് ദ ക്വാളിറ്റി ഷുഡ് ബി റിയലി ഗുഡ്. സോ ലെറ്റ്സ് കീപ് ദാറ്റ് അസൈഡ്. ആൻഡ് വേറെ എന്താ വരുന്നത്, ഈ പ്ലാസ്റ്റിക് കവറിനകത്ത് നമുക്ക് വരുന്നത് USB Type C കേബിളാണെന്നാണ് തോന്നുന്നത്. ഞാൻ നോക്കുന്ന സമയത്ത് Type C ആണെന്നാണ് കണ്ടത് പേപ്പേഴ്സിലൊക്കെ. സോ ദാറ്റ് ഷുഡ് ബി എ Type C കേബിൾ. Let's open that up. I think yes, that's a Type C cable. Let's keep that aside. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു സ്ക്രൂ ആണ്. ഈ സ്ക്രൂ നമുക്ക് ഹെൽമെറ്റിൽ ഈ ക്യാമറ മൗണ്ടിലോട്ട് കണക്ട് ചെയ്തതിന് ശേഷം ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ക്രൂ ആണ്. ദാറ്റ്സ് ഓഫ് കോഴ്സ് എല്ലാവർക്കും അത് അറിയുന്ന ഒരു കാര്യമാണ്.
പിന്നെ വരുന്നത് പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെയാണ്. ഐ തിങ്ക് ഓക്കെ, പേപ്പർ വർക്ക്സും പിന്നെ ബാറ്ററിയുടെ ഒരു കേസിങ് വരുന്നുണ്ട്, വളരെ നല്ലൊരു കേസിംഗ് ആണ്. പിന്നെ ഈ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു സർക്കുലർ മൗണ്ടും വരുന്നുണ്ട്. അപ്പോൾ ലെറ്റ്സ് ആക്ച്വലി കീപ് ദാറ്റ് അസൈഡ് ആൻഡ് നമുക്ക് ഈ ബാറ്ററി കേസിങ് നോക്കാം. ബാറ്ററി കേസിങ് വളരെ നല്ലൊരു കേസിംഗ് ആണ്. ഈ ഒരു മാറ്റ് ബ്ലാക്ക് ആയിട്ടുള്ള DJയുടെ ലോഗോ ഒക്കെ വെച്ചിട്ടുള്ളൊരു കേസിംഗ് ആണ്. ചാർജ് ചെയ്യാൻ പറ്റില്ല, ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യാനുള്ളൊരു ബാറ്ററി കേസിംഗ് ആണ്. ആൻഡ് ഇത് വേറെ എല്ലാ കമ്പനികളും ഇങ്ങനൊരു സംഭവം ചെയ്യണമെന്ന് തോന്നുന്നു. ഐ തിങ്ക് ഇത് വേറെ ആരും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ലെറ്റ്സ് പുൾ ദ ബാറ്ററി ഓഫ്. ഈ ബാറ്ററിയുടെ താഴെ തന്നെ ഒരു കേസിംഗ് വരുന്നുണ്ട്, വാട്ടർ പ്രൂഫിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കേസിംഗ് ആണ്. ആൻഡ് ഇത് എങ്ങനെയാണ് ഓക്കെ, ഇതിൽ പിന്നെ വേറെ കുറച്ച് പേപ്പർ വർക്ക്സ് വരുന്നുണ്ട്. പേപ്പർ വർക്ക്സിൽ ഫോർ മോർ ഇൻഫർമേഷൻ വി ക്യാൻ ആക്ച്വലി ചെക്ക് ദർ വെബ്സൈറ്റ്. ആ ഒരു പേപ്പർ വരുന്നുണ്ട്. പിന്നെ വരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഐ ആക്ച്വലി ക്വൈറ്റ് ലൈക്ക് ദ സ്മെൽ ഓഫ് ഇറ്റ്. ആ ഒരു 2 പേപ്പർ വർക്ക്സ് വരുന്നുണ്ട്, ഒരു ബുക്കും പിന്നെ അല്ലാതൊരു പേപ്പർ വരുന്നുണ്ട്. ലെറ്റ്സ് കീപ് ദാറ്റ് അസൈഡ്, ലെറ്റ്സ് ത്രോ ദാറ്റ് അവേ. ഇനി നമുക്ക് ഇതെല്ലാം മാറ്റി വയ്ക്കാം. ലെറ്റ്സ് കീപ് എവറിത്തിങ് അസൈഡ് ആൻഡ് ലെറ്റ്സ് ബ്രിങ് ദ ബിഗ് ബോയ് ഹിയർ. ഓക്കെ, ദിസ് ആക്ഷൻ ക്യാമറ, ഇതിൻ്റെ നമുക്കിത് ആക്ച്വലി ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കാം, ബാറ്ററി ഇൻസേർട്ട് ചെയ്ത് നോക്കാം. ലെറ്റ്സ് റിമൂവ് ദ കേസിങ് ആൻഡ് ലെറ്റ്സ് ജസ്റ്റ് താഴെയാണ് ഇതിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ നമുക്കിതെടുത്തിട്ട് ഇതിനകത്തോട്ട് ഇതിനകത്തോട്ട് വച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇത് അകത്തോട്ട് കയറുന്നതാണ്. ബട്ട് വി വിൽ തിങ്ക് ദാറ്റ് ദിസ് ഹാസ് ബീൻ ഇൻസേർട്ടഡ് പ്രോപ്പർലി. ബട്ട് അങ്ങനെയല്ല, നമുക്ക് ഇത് റിമൂവ് ചെയ്യാൻ ആ ഒരു സൈഡിൽ റിമൂവ് ചെയ്യാൻ നമുക്കതൊന്ന് പുള്ള് ചെയ്യണം. പിന്നെ മെയിൻ തിങ് ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് കാണാം ഒരു ഓറഞ്ച് കളർ ഒരു ഇതുപോലെ കാണാം. അതിനർത്ഥം ബാറ്ററി ശരിക്കും ഇൻസേർട്ടഡ് ആയിട്ടില്ല എന്നുള്ളതാണ്. ഇത് വേറെ എവിടെയും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. സോ ഇങ്ങനെയൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് വാട്ട് വി ഹാവ് ടു ആക്ച്വലി ഡു ഇസ്, നമുക്ക് നന്നായിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. പ്രസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആ ഓറഞ്ച് തിങ് അത് പോവും. അപ്പോൾ ദാറ്റ് മീൻസ് ഇറ്റ്സ് പ്രോപ്പർലി സീൽഡ് നൗ. ഇത് വാട്ടർ പ്രൂഫിങ്ങിന് സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്മാർട്ട് ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നൗ peel off the secondary screen, the lens, and let's peel off the main screen. ഇതിൻ്റെ വോയിസ് ആക്ച്വലി എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. Now let's actually switch this device on. അതിന് നമ്മൾ ചെയ്യേണ്ടത് മുകളിൽ കാണുന്ന പവർ ഓൺ ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് ഒരു 2 സെക്കൻഡ്സ് നമ്മൾ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡിവൈസ് സ്വിച്ച് ഓൺ ആവും, ഒരു സൗണ്ട് വരുന്നതായിരിക്കും. എന്നിട്ട് നമുക്ക് ഇനീഷ്യൽ സെറ്റപ്പിൽ ഫസ്റ്റ് നമ്മൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യണം. ഐ സെലക്റ്റഡ് ഇംഗ്ലീഷ്. ചെയ്ത് കഴിഞ്ഞ ഉടനെ നമ്മുടെ അടുത്ത് DJയുടെ മിമോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പ് ഉണ്ട്, അത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ളൊരു പ്രോംപ്റ്റ് വരും. ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു യൂസർ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിത് ഡിവൈസുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ആക്ച്വലി ഇപ്പോൾ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ആക്ടിവേഷൻ സക്സസ് ആയി. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ഡൗൺ ചെയ്തിട്ട് ഇതിൽ എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ള സെറ്റിംഗ്സ് ഉള്ളത് കാണിക്കാം. കസ്റ്റം പ്രൊഫൈൽ സെറ്റിംഗ്സ് അവൈലബിൾ ആണ്, ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യാനുള്ള ഫീച്ചർ അവൈലബിൾ ആണ്. പിന്നെ സ്ക്രീൻ ലോക്ക് ചെയ്ത് ആക്ച്വലി നമ്മൾ അണ്ടർ വാട്ടറിൽ ഹെൽപ്പ് ചെയ്യും. പിന്നെ നോർമൽ സെറ്റിംഗ്സ്, ഫർദർ സെറ്റിംഗ്സ് കാണിക്കാനുള്ളത്. പിന്നെ സ്ക്രീൻ ഓറിയൻറ്റേഷൻ കൺട്രോൾ ചെയ്യാൻ ഉള്ള ഇത്. പിന്നെ സ്പോട്ട് മീറ്ററിംഗ് പറഞ്ഞിട്ടൊരു ഫീച്ചർ ഉണ്ട്, അത് യൂസ് ചെയ്യാം. പിന്നെ വോയിസ് കമാൻഡ്സ് വെച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. വോയിസ് കമാൻഡ്സ് വെച്ചിട്ട് നമുക്ക് ഫ്രണ്ട് സ്ക്രീൻ സ്വിച്ച് ചെയ്യാൻ, ഫ്രണ്ട് സ്ക്രീനും റിയർ സ്ക്രീൻ സ്വിച്ച് ചെയ്യാനുള്ളത്. പിന്നെ ഇത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് സ്ക്രീനിൻ്റെ ഓറിയൻറ്റേഷൻ 16:9 4:3 എന്നുള്ള റേഷ്യോയിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണത്. സോ ഇത്രയൊക്കെയാണ് ഗൈസ് ഈ വീഡിയോയിലുള്ളത്. ഇനി എൻ്റെ ഫ്യൂച്ചർ വ്ളോഗ്സിനെല്ലാം ഞാൻ ഈ ഒരു ആക്ഷൻ ക്യാമറ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇത് ഞാനൊന്ന് തറവായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ഡീറ്റെയിൽ റിവ്യൂ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഡിവൈസിനെ കുറിച്ചുള്ള എന്തെങ്കിലും കൺസേൺസ് ഉണ്ട്, എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ യു ക്യാൻ ലെറ്റ് മീ നോ. പിന്നെ ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാനുള്ള വെബ്സൈറ്റ് ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഐ ഹോപ്പ് ടു സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വൺ. Until then, it's bye from Ashwin. Take care guys. Peace.